പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, കോടിക്കോടി ദിക്റുകൾക്ക് പകരമായ അത്ഭുതകരമായ ഒരൊറ്റ ദിക്റാണ്. ഈ ദിക്റ് നമ്മൾ 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ മലവെള്ളപ്പാച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും സങ്കടമാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതെയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത് നമ്മൾ പഠിക്കുന്നത്, അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന 4 അടയാളങ്ങളെ കുറിച്ചാണ്. അള്ളാഹു പഠിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ പ്രയാസങ്ങൾ അകറ്റി തരട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, കോടിക്കോടി ദിക്റുകൾക്ക് പകരമായ അത്ഭുതകരമായ ഒരൊറ്റ ദിക്റാണ്. കോടി ദിക്റുകൾ നമ്മൾ ചെല്ലുന്നതിന് പകരമായ, അതിന് തുല്യമായി നിൽക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു വിജയമന്ത്രമാണ്. ഏത് വലിയ പ്രയാസമാണെങ്കിലും, മലവെള്ളപ്പാച്ചിൽ പോലെയുള്ള പ്രതിസന്ധികൾ നമ്മളിൽ അകപ്പെട്ടു കഴിഞ്ഞാലും ഈ ദിക്ർ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ നിസാരമായ രൂപത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഏതാണ് ആ അത്ഭുതകരമായ ദിക്ർ? എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. എന്റെ കൂടെ ഒന്ന് ചൊല്ലിം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഒന്നുകൂടെ ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഇതാണ് ആ അത്ഭുതകരമായ വിജയമന്ത്രം. എത്ര വലിയ പ്രയാസങ്ങളും വളരെ നിസാരമായ രൂപത്തിൽ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാകും. ഈ ദിക്ർ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു 3 പ്രാവശ്യം പ്രിയമുള്ളവരെ ഈ ദിക്ർ നമ്മൾ പതിവാക്കുക, എഴുതിയെടുക്കുക, അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ മുളാഅഫത്തുൽ അജ്ർ, ധാരാളം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം പ്രതിഫലം, ധാരാളം അള്ളാഹുവിന്റെ കൂലി വാരിക്കൂട്ടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണല്ലോ ഈ റജബ് മാസം. അതുകൊണ്ട് ഈ റജബ് മാസത്തിൽ നമ്മൾ ധാരാളം ഈ ദിക്ർ അധികരിപ്പിക്കുക. മഗ്ഫിറത്തു ദുനൂബാണ്, നമ്മളെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാണ്. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്രമമാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, പാപങ്ങൾ പൊറുപ്പിക്കുക എന്നുള്ളത്. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു അനുഗ്രഹമാണ് നമ്മളെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാണ്, അള്ളാഹു പുറത്തു തരികയാണ്. എത്രയെത്ര തെറ്റുകുറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്, ആ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കുകയാണ്. അതുപോലെ തന്നെ ഇത് വിജയമന്ത്രമാണ്. ഇത് ചൊല്ലിയവർക്ക് വിജയം മാത്രമേ ലഭിക്കൂ. ഒരിക്കലും ഒരാളുടെ മുന്നിലും പരാജയപ്പെടൂല, ഒരാളുടെ മുന്നിലും നമ്മളുടെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് ഉണ്ടാവൂല. ഈ ദിക്ർ എല്ലാ ദിവസവും 3 പ്രാവശ്യം നമ്മൾ പതിവാക്കുക. തീർന്നിട്ടില്ല. മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവിന്റെ മഹബ്ബത്ത്, അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ചൊല്ലിയത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഈ ദിക്ർ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു നേട്ടം എന്താണെന്നറിയോ? ഒരുപാട് ദിക്ർ ചൊല്ലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും. കോടിക്കോടി ദിക്ർ നൽകിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദിക്ർ 3 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നൽകുമെന്ന് മഹാന്മാർ
മഹാന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവേ, ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. ഇൻഷാ അല്ലാ നമ്മളെ ക്ലാസിന്റെ അവസാനം നമ്മൾക്ക് അല്പം ചൊല്ലിയിട്ട് ക്ലാസ് അവസാനിപ്പിക്കണം. ഇനി നമ്മൾ പറയുന്നത് എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ സ്നേഹം ലഭിച്ചാൽ നമ്മൾക്ക് ലഭിക്കുന്ന നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 4 അടയാളങ്ങളാണ്. ഈ 4 അടയാളങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊന്ന് പരിശോധിച്ചു നോക്കുക. പല ആളുകളും പറയാറുണ്ട്, ഉസ്താദെ എപ്പോഴും പ്രശ്നമാണ്, എപ്പോഴും ബുദ്ധിമുട്ടാണ്, അള്ളാഹുവിന് എന്നോട് ഇഷ്ടമല്ല, അള്ളാഹു എന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല, അള്ളാഹു എന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഉസ്താദെ. ഒരുപാട് ദിക്റ് ചൊല്ലി, ഒരുപാട് ഖുർആൻ ഓതി, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, പക്ഷെ റബ്ബ് എന്റെ വിളി കേൾക്കുന്നില്ല, റബ്ബ് എന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നില്ല എന്ന് പല ആളുകളും സങ്കടം പറയാറുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ 4 അടയാളങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു പരാതി നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയൂല എന്നുള്ളതാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ, അള്ളാഹു തൃപ്തിപ്പെട്ടവരുടെ 4 അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളം രോഗമുണ്ടാകുന്നുള്ളതാണ്. അവർക്ക് ഇടക്കിടക്ക് രോഗങ്ങളൊക്കെ വരും. അള്ളാഹു രോഗം നിന്ന് പരീക്ഷിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അമ്പിയാക്കളെ രോഗം കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാന്റെ അടിമകളാണ് അള്ളാന്റെ അമ്പിയാക്കൾ, അല്ലെ? അമ്പിയാക്കളാണ് അള്ളാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അടിമകൾ. ആ അമ്പിയാക്കളെ അള്ളാഹു അസുഖം കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രോഗശയ്യയിൽ കടക്കുമ്പോഴല്ലോ വഫാത്തായത്. റസൂലുള്ള വഫാത്താകുന്ന സമയത്ത് അള്ളാന്റെ റസൂലിന് പനി ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾക്കറിയാമല്ലോ, ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബിക്ക് അള്ളാഹു രോഗം കൊടുത്തിട്ടുണ്ട്. നമ്മളെ മദ്ഹബിന്റെ ഇമാമാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ആ ഷാഫി ഇമാമിന് അള്ളാഹു രോഗം കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു രോഗം കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ ഔലിയാക്കളെ നിങ്ങൾ പരിശോധിച്ചു നോക്ക്, അമ്പിയാക്കളെ പരിശോധിച്ചു നോക്ക്, അവരെയൊക്കെ അള്ളാഹു രോഗം കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ രോഗം എന്നുള്ളത് അള്ളാഹുവിന്റെ ശിക്ഷ മാത്രമല്ല, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു അടയാളമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാര്യം ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കും. ഇത് ഭൗതികമായ ലോകാണ്. ഇവിടെ എത്ര നമ്മൾ അധ്വാനിച്ചാലും, എത്ര നമ്മൾ സമ്പാദിച്ചാലും, എത്ര കെട്ടിപ്പടുത്താലും നമ്മളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ അള്ളാഹു നമ്മൾക്ക് ജീവിക്കാൻ ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ, ആ സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകേണ്ടവരാണ്. അപ്പൊ ദാരിദ്ര്യം എന്ന് പറയുന്നത് അത് വലിയൊരു പ്രശ്നമോ അള്ളാഹുവിന്റെ ശിക്ഷയോ അള്ളാഹു ഇഷ്ടപ്പെടാത്തതിന്റെ അടയാളമോ അല്ല, അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. എത്ര എത്ര അമ്പിയാക്കൾ കഴിഞ്ഞുപോയി, എത്ര സഹാബിമാര് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ച ഔലിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അമ്പിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഔലിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ദാരിദ്ര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയല്ല, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു അടയാളമാണ്. അതുപോലെ തന്നെ എപ്പോഴും ദുഃഖം ഉണ്ടാകുക, അത് അള്ളാഹു വെറുത്തവരുടെ അടയാളമല്ല, അത് അള്ളാഹുവിന്റെ ശിക്ഷയല്ല, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു അടയാളമാണ് ദുഃഖം, സങ്കടം, വിഷമം എന്നൊക്കെ പറയുന്നത്. നാലാമത്തെ അടയാളം മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നുള്ളതാണ്. ആര് നമ്മളെ കുറ്റപ്പെടുത്തിയാലും, ആര് നമ്മളെ ഒറ്റപ്പെടുത്തിയാലും അള്ളാഹ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. പല ഉമ്മമാരും പറയാറുണ്ട്, ഉസ്താദെ കുടുംബക്കാരെന്നെ മെയിൻ ചെയ്യൂല, കുടുംബക്കാരെന്നെ ഒറ്റപ്പെടുത്തി, നാട്ടിലുള്ളവരെന്നെ ഒറ്റപ്പെടുത്തി, എന്റെ കൂട്ടുകാരെന്നെ ഒറ്റപ്പെടുത്തി, അയൽവാസികൾ പോലും എന്നോട് മിണ്ടില്ല. മിണ്ടാത്തവര് മിണ്ടണ്ട, പക്ഷെ റബ്ബ് കൂടെ ഉണ്ടെങ്കിൽ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ എന്തിനാണ് വിഷമിക്കുന്നത്? നിന്റെ കൂടെ റബ്ബില്ലേ, ജഗന്നിയന്താവായ റബ്ബുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഈ 4 അടയാളങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ അടയാളമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ അടയാളം രോഗമാണ്, രണ്ടാമത്തെ അടയാളം ദാരിദ്ര്യമാണ്, മൂന്നാമത്തെ അടയാളം ദുഃഖമാണ്, നാലാമത്തെ അടയാളം എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തും എന്നുള്ളതാണ്. അള്ളാഹുവേ നിന്റെ ഇഷ്ടം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ, നിന്റെ ഇഷ്ടദാസികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. നമ്മൾ പറഞ്ഞ ആ കോടി ദിക്റുകൾക്ക് പകരമായ അത്ഭുതകരമായ വിജയമന്ത്രം നമ്മൾക്ക് ഒരുമിച്ച് 3 പ്രാവശ്യം പറഞ്ഞ് നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി
അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. കബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, അവരുടെ പ്രാർത്ഥന നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മുടെ ചാനലിൽ വിശാലമായ ദിക്റ് ദുആ മജ്ലിസ് ഉണ്ടാവും. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് സന്തോഷവും സമാധാനവും റാഹത്തും ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ ആവശ്യങ്ങൾ ആ മജ്ലിസ് കൊണ്ട് അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളും അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക, ബറക്കത്ത് കരസ്ഥമാക്കുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.